ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിൽ 3rd ചാപ്റ്ററായ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകളിലെ 10th പാർട്ടാണ്. അതായത് പേജ് നമ്പർ 58-ലെ ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് ആദ്യം ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് ഡ്രോ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ടു ദ ബേസ്. 3 പാർട്ടുണ്ട് ക്വസ്റ്റ്യൻ. First part, prove that this perpendicular is half the vertical side of the large triangle. Second part, prove that the distances from the midpoint of the hypotenuse to the 3 vertices of the large triangle are equal. Third part, prove that the circumference of the right triangle is the midpoint of its hypotenuse. അതായത് ഒരു മട്ടത്രികോണം വരച്ച് കർണത്തിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന് പാദത്തിലേക്ക് ലംബം വരയ്ക്കുക. ഈ ലംബം വലിയ ത്രികോണത്തിൻ്റെ ലംബത്തിൻ്റെ പകുതിയാണെന്ന് തെളിയിക്കുക. രണ്ടാമത്തെ പാട്ട്, വലിയ ത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന് 3 മൂലകളിലേക്കുമുള്ള അകലം തുല്യമാണെന്ന് തെളിയിക്കുക. മൂന്നാമത്, ഒരു മട്ടത്രികോണത്തിൻ്റെ പരിവൃത്ത കേന്ദ്രം കർണത്തിൻ്റെ മധ്യബിന്ദു ആണെന്ന് തെളിയിക്കുക. ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനാണ്. അപ്പോൾ നമുക്കതിന് പേര് കൊടുക്കാം ABC. ഇനി പറഞ്ഞിരിക്കുന്നത് AC, അതായത് ഹൈപ്പോട്ടന്യൂസിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ABയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ആണ് AC, അതിൻ്റെ മിഡ് പോയിന്റ് Q എന്ന് എടുക്കാം. ഇതാണ് അതിൻ്റെ മിഡ് പോയിന്റ് Q. അതിൽ നിന്ന് ABയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പോൾ കിട്ടിയ ഈ പോയിന്റിനെ P എന്നെടുക്കാം. ഇനി ഈ 2 പെർപെൻഡിക്കുലർ ആണല്ലോ, അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 2 ആംഗിൾസ് 90 ഡിഗ്രി ആയതുകൊണ്ട് എന്താണ്, ഈ PQവും BCയും പാരലൽ ആയിരിക്കും. പിന്നെ Q മിഡ് പോയിന്റ് ആണല്ലോ, അപ്പോൾ Pയും മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പം നമുക്കതാണ് ആദ്യത്തെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പം നമുക്ക് എന്തെഴുതാം? AC ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ, പിന്നെന്താണ്, QP പെർപെൻഡിക്കുലർ ടു ABയു ആണ്. പെർപെൻഡിക്കുലർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തെഴുതാം? ഈ 2 ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് QP പാരലൽ. റീസൺ മനസ്സിലായല്ലോ. ഈ 2 ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ അത് പാരലൽ, ആംഗിൾസ് ഈക്വൽ ആകുമ്പോൾ ലൈൻസ് പാരലൽ ആയിരിക്കും. പിന്നെ എന്തെഴുതാം? ആൻഡ് QP ഈക്വൽ ടു ഹാഫ് BC എന്ന് എഴുതാമല്ലോ. ഇതാണല്ലോ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് Q എന്ന പോയിന്റിൽ നിന്ന് ABയിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഹാഫ് ഓഫ് ദി വെർട്ടിക്കൽ സൈഡാണ്. ഹാഫ് ഓഫ് ദി വെർട്ടിക്കൽ സൈഡ് BC ആണ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് കംപ്ലീറ്റ് ആയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രൂവ് ദാറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദി ഹൈപ്പോട്ടന്യൂസ് ടു ദ 3 വെർട്ടിസസ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ ആർ ഈക്വൽ. അപ്പോൾ ഈ ലാർജ് ട്രയാങ്കിളിൻ്റെ പേരാണല്ലോ ABC. അതിലെ വെർട്ടിസസ് ആണ് Aയും Bയും Cയും. ആ Aയിൽ നിന്ന് Qയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത് തന്നെ ആയിരിക്കണം Bയിൽ നിന്ന് Qയിലോട്ടുള്ള ഡിസ്റ്റൻസും, അത് തന്നെ ആയിരിക്കണം Cയിൽ നിന്ന് Qയിലോട്ടുള്ള ഡിസ്റ്റൻസും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? പ്രൂവ് ദാറ്റ് QA ഈക്വൽ ടു QB ഈക്വൽ ടു QC എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ Qയിൽ നിന്ന് Bയിലേക്കൊന്ന് ജോയിൻ ചെയ്യാം. ഇപ്പം നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടി അല്ലേ. APQ എന്ന ട്രയാങ്കിളും BPQ എന്ന ട്രയാങ്കിളും. ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആവും അല്ലേ. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. കൺസിഡർ ട്രയാങ്കിൾ APQ ആൻഡ് ട്രയാങ്കിൾ BPQ. ഇനി നോക്കിക്കേ, ഇവിടെ നമുക്ക് P മിഡ് പോയിന്റ് ആണ് കിട്ടി. കാരണം ഈ 2 ലൈൻസ് പാരലൽ ആയതുകൊണ്ട് P മിഡ് പോയിന്റ് ആണ്. അപ്പം PA ഈക്വൽ ടു PB എന്ന് എഴുതാമല്ലോ. PA ഈക്വൽ ടു PB. റീസൺ എന്താണ്? സിൻസ് P ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB. ഇനി ഈ ആംഗിൾ ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്തും 90 ആണല്ലോ. കാരണം എന്താ, ഇത് സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ. അപ്പോൾ ആംഗിൾ APQ ഈക്വൽ ടു ആംഗിൾ BPQ എന്ന് എഴുതാമല്ലോ. ആംഗിൾ APQ ഈക്വൽ ടു ആംഗിൾ BPQ, രണ്ടും 90 ഡിഗ്രിയാണ്. ഇനി ഈ PQ എന്ന് പറയുന്നത് ഈ 2 ട്രയാങ്കിൾസിനും കോമൺ ആയിട്ടുള്ള സൈഡാണ്. അപ്പോൾ PQ ഈക്വൽ ടു PQ എന്ന് എഴുതാമല്ലോ, കോമൺ സൈഡ്. ഇനി നോക്കിക്കേ, 2 സൈഡുകൾ
അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളുമാണ് വന്നിരിക്കുന്നത്. ഇവിടെയും രണ്ട് സൈഡ്, ഇത് ഒന്നാമത്തെ സൈഡ് എടുത്തു, ഇത് രണ്ടാമത്തെ സൈഡ് എടുത്തു, അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ. അപ്പം നമ്മൾ എന്താണ് അതിന് പേരിട്ട് SAS അല്ലേ, സൈഡ് ആംഗിൾ സൈഡ്. അതുകൊണ്ട് എന്താ, ഈ രണ്ട് ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ APക്കും ട്രയാങ്കിൾ BPക്കും ഈക്വലായി അല്ലേ. ഫോർ ട്രയാങ്കിൾ APQ ആൻഡ് ട്രയാങ്കിൾ BPQ ആർ ഈക്വൽ. റീസൺ എന്താണ്, SAS ആണല്ലോ. ഇങ്ങനെ ഇടയ്ക്കാണ് ആംഗിൾ വരേണ്ടത്. SAS രണ്ട് സൈഡും അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ, അതൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആകുമ്പോൾ അതിൻ്റെ ബാക്കി പെയർ ഓഫ് സൈഡ്സും ബാക്കി പെയർ ഓഫ് ആംഗിൾസും ഈക്വൽ ആവുമല്ലോ. നമുക്ക് ആദ്യം എടുത്ത പെയർ ഇതാണ്, ആദ്യം എടുത്ത പെയർ, രണ്ടാമത് ഇതാണ് കോമൺ ആയിട്ട് വന്നത്. മൂന്നാമത്തെ സൈഡുകൾ തമ്മിലും ഈക്വൽ ആയിരിക്കും. അപ്പോൾ മൂന്നാമത്തെ സൈഡ് ഏതാ, എയിൽ നിന്ന് ക്യൂയിലോട്ടുള്ള ഡിസ്റ്റൻസും ബിയിൽ നിന്ന് ക്യൂയിലോട്ടുള്ള ഡിസ്റ്റൻസും, അതായത് QA ഈക്വൽ ടു QB. നമുക്ക് ഇത്രയും ഭാഗം പ്രൂവ് ചെയ്തല്ലോ. ദെർഫോർ QA ഈക്വൽ ടു QB. അപ്പോൾ ഇത് ഒന്നാമത്തെ പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു, ഇത്രയും ഭാഗം പ്രൂവ് ചെയ്തു. ഇനി QC ആയിട്ടുള്ള നോക്കിയാൽ മതിയല്ലോ. ഈ Q മിഡ് പോയിന്റ് ആണല്ലോ, അപ്പോൾ QAയും QCയും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ അതും കൂടെ എഴുതാം. ബട്ട് QA ഈക്വൽ ടു QC. അതിൻ്റെ റീസൺ എന്താണ്, Q is the മിഡ് പോയിന്റ് ഓഫ് AC. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം, ദെർഫോർ QA ഈക്വൽ ടു QB ഈക്വൽ ടു QC എന്ന് എഴുതാം. അപ്പോൾ മലയാളം മീഡിയംകാർക്ക് ഞാൻ സ്റ്റെപ്സ് തരാം. ACയുടെ മധ്യബിന്ദുവാണ് Q. പിന്നെ അതിൽ നിന്ന് ഒരു ലംബമാണ് ABയിലേക്ക് വരയ്ക്കേണ്ടത്. ലംബം വരയ്ക്കുമ്പോൾ ഈ കോണിൻ്റെ അളവും ഈ കോണിൻ്റെ അളവും 90 ഡിഗ്രിയാണ്. കാരണം ഇത് മട്ടത്രികോണമാണ്. അപ്പോൾ B 90 ഇപ്പം ലംബം വരച്ചപ്പോൾ ഈ Pയുടെ അവിടെയും 90 കിട്ടി. അപ്പോൾ ഈ രണ്ട് കോണുകൾ തുല്യമാകുമ്പോൾ ഈ രണ്ട് വരകൾ സമാന്തരമായിരിക്കും. സമാന്തരമാണ്. പിന്നെന്ത് കിട്ടിയത്, ഇത് മിഡ് പോയിന്റ് ആകുമ്പം ഈ Pയും മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പം QP സമാന്തരമാണ് BC എന്ന് എഴുതാം. പിന്നെന്താണ്, QPയുടെ നീളം BCക്ക് പകുതിയാണെന്നും എഴുതാം. ഇനി രണ്ടാമത് എന്താണ് തെളിയിക്കാൻ ചോദിച്ചിരിക്കുന്നത്, ABC ഇത് മൂന്ന് മൂലകളാണ് വലിയ ത്രികോണത്തിൻ്റെ. ആ 3 മൂലകളിൽ നിന്നും Qയിലേക്കുള്ള ദൂരം തുല്യമാണ് എന്ന് തെളിയിക്കണം. അപ്പോൾ QA ഈക്വൽ ടു QB ഈക്വൽ ടു QC എന്ന് തെളിയിക്കണം. അപ്പോൾ ഇവിടെ QB നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുന്നു. അപ്പോൾ രണ്ട് ത്രികോണങ്ങൾ കിട്ടുന്നുണ്ട്. അവയാണ് APQവും BPQവും. അതിൽ P മധ്യബിന്ദു ആയതുകൊണ്ട് PAയും PBയും തുല്യമാണല്ലോ. അതേപോലെ PQ പൊതുവായ വശമാണ്. പിന്നെ ഈ രണ്ട് കോണുകളും 90 ഡിഗ്രിയാണ്. അപ്പോൾ SAS വെച്ച് ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെന്ന് നമുക്ക് കിട്ടി. ഇനി രണ്ട് ത്രികോണങ്ങൾ തുല്യമാകുമ്പോൾ അവയുടെ ബാക്കി വശങ്ങളും തുല്യമായിരിക്കും. അപ്പം നമ്മളെടുത്ത് ഈ വശവും ഈ വശവും, അത് മൂന്നാമത്തെ വശം AQ, അത് മൂന്നാമത്തെ വശമായ BQവിനോട് തുല്യമാണ്. അല്ലെങ്കിൽ QA ഈക്വൽ ടു QB എന്ന് എഴുതാമല്ലോ. ഇനി Q മധ്യബിന്ദുവാൻ തന്നിട്ടുണ്ട്, ചോദ്യത്തിൽ തന്നിട്ടുള്ളത് കൊണ്ട് A മുതൽ Q വരെയുള്ള ദൂരവും C മുതൽ Q വരെയുള്ള ദൂരവും തുല്യമാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് QA ഈക്വൽ ടു QC എന്ന് എഴുതാം. ഈ രണ്ട് സംഗതികളിൽ നിന്ന് QA ഈക്വൽ ടു QB ഈക്വൽ ടു QC എന്ന് തെളിയിച്ചല്ലോ. ആൻസർ ആയില്ലേ. ഇനി മൂന്നാമത്തെ പാർട്ട് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ സർക്കംസർക്കിൾ ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് എന്ന് ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈ Q സെൻറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരച്ചാൽ അത് A കൂടെയും B കൂടെയും C കൂടെയും പാസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ അറിയാവുന്നത് A മുതൽ Q വരെയുള്ള ദൂരവും B മുതൽ Q വരെയുള്ള ദൂരവും C മുതൽ Q വരെയുള്ള ദൂരവും ഈക്വലാണ് നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ നമുക്ക് സർക്കിൾ വരച്ച് നോക്കാം. സർക്കിൾ വരച്ചപ്പോൾ 3 പോയിന്റിൽ കൂടെയും പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് Q എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ സർക്കം സെൻറ്ററാണ്. Q എന്താണ്, ഹൈപ്പോട്ടന്യൂസിൻ്റെ മിഡ് പോയിന്റുമാണ്. അപ്പോൾ മൂന്നാമത്തെ പാർട്ട് നമ്മളിങ്ങനെ വരച്ച് കാണിച്ചാൽ മതി. അപ്പോൾ മൂന്നാമത്തെ പാർട്ടിൻ്റെ ആൻസറായിട്ട് ഇത് വരച്ച് കാണിക്കുക. അതായത് Q എന്ന ബിന്ദു പരിവൃത്ത കേന്ദ്രമാണെന്നാണ് തെളിയിക്കേണ്ടത്.
കർണത്തിൻ്റെ മധ്യബിന്ദുവാണ് ക്യൂ അല്ലേ. അപ്പോൾ ഈ ദൂരവും ഈ 3 ദൂരങ്ങൾ തുല്യമാണ്. അപ്പോൾ നമ്മൾ കേന്ദ്രം ക്യൂ ആക്കിക്കൊണ്ട് ഒരു വൃത്തം വരച്ച് കഴിയുമ്പോൾ ഈ 3 ബിന്ദുക്കളിൽ കൂടെയും കടന്നു പോകും. ഇത് വരച്ച് കാണിച്ചാൽ മതി മൂന്നാമത്തെ പാർട്ട്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് ഇൻ എനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ദ സർക്കംസെൻറ്റർ, ഓർത്തോസെൻറ്റർ ആൻഡ് ദ സെൻട്രോയിഡ് കോയിൻസൈഡ്. ഇപ്പോൾ സർക്കംസെൻറ്റർ എന്താണ്, ഓർത്തോസെൻറ്റർ എന്താണ്, സെൻട്രോയിഡ് എന്താണെന്നൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇവിടെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. ആദ്യം നമുക്ക് അത് വരയ്ക്കാം. ഞാൻ ഇവിടെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് സർക്കംസെൻറ്ററാണ് വേണ്ടത്. സർക്കിൾ വരയ്ക്കുമ്പോഴാണ് സർക്കംസെൻറ്റർ കിട്ടുന്നത് അല്ലേ. സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, അഥവാ പരിവൃത്തം അല്ലേ. സർക്കിൾ വരയ്ക്കണമെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കണം, അഥവാ ലംബ സമഭാജികളാണ് വരയ്ക്കുന്നത്. നമുക്ക് 2 സൈഡിൻ്റെ ലംബ സമഭാജി വരച്ചാൽ മതി, 3 എണ്ണത്തിൻ്റെയും വരയ്ക്കേണ്ട. ലംബ സമഭാജി വരയ്ക്കുന്നത് നമുക്കറിയാം. പകുതി കൂടുതലെടുത്ത്, ഓരോ സൈഡിൻ്റെ പകുതി കൂടുതലെടുത്ത് കോമ്പസിലെടുത്ത് ആർക്ക് വരയ്ക്കുക ചെയ്യുന്നത്. മുകളിലും താഴെയും ആർക്ക് വരയ്ക്കണം. അതേപോലെ ഏതെങ്കിലും 2 സൈഡ്, ഇപ്പം ഇനി ഈ സൈഡിൻ്റെ ഞാൻ വരയ്ക്കാം. നമുക്ക് ഇവിടെ എന്ത് കിട്ടി, സർക്കിൾ കിട്ടി. സർക്കിൾ നമ്മൾ വരയ്ക്കുന്നില്ല, സർക്കിൾ മതിയല്ലോ. സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ 3 ഇത് സെൻറ്റർ ആക്കിക്കൊണ്ട് ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിലേക്കുള്ള ദൂരം എടുത്ത് സർക്കിൾ വരയ്ക്കുമ്പം ഈ 3 വെർട്ടെക്സേക്കൂടെയും കടന്നു പോകും. ഇനി നമുക്ക് സർക്കംസെൻറ്റർ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കംസെൻറ്റർ, കണ്ടല്ലോ. ഇനി വേണ്ടത് എന്താണ്, ഓർത്തോസെൻറ്ററാണ്. ഓർത്തോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ്സ് ആണ് വരയ്ക്കുന്നത്. അതും ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വരച്ചാൽ മതി. ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ലംബങ്ങളാണ് വരയ്ക്കുന്നത്. ആ ലംബങ്ങൾ എവിടെ നിന്നായിരിക്കണം തുടങ്ങേണ്ടത്, ഓരോ വെർട്ടെക്സിൽ നിന്നുമാണ് ലംബങ്ങൾ തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് വെർട്ടെക്സിൽ നിന്ന് ലംബം വരയ്ക്കാം. അപ്പോൾ ലംബം വരയ്ക്കാനായിട്ട് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം. സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് ലംബം വരച്ചാൽ കറക്റ്റായിട്ട് കിട്ടും. നോക്കിക്കോ, ഓരോ വെർട്ടെക്സിൻ്റെയും വരയ്ക്കണേ. ഓരോ വെർട്ടെക്സിൻ്റെയും വരയ്ക്കുമ്പോൾ ആ കറക്റ്റ് വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇത് ആദ്യത്തെ ലംബം ഞാൻ വരച്ചു, കണ്ടല്ലോ. ഇനി അടുത്ത ലംബം ഇവിടെയും ലംബം വരയ്ക്കാൻ പോവാണ്. ഈ വെർട്ടെക്സിൽ നിന്നുള്ള ലംബം വരയ്ക്കാൻ പോവാണ്, കണ്ടല്ലോ. ഈ 2 ലംബങ്ങളും ഇതേ പോയിന്റിൽ കൂടെ തന്നെയല്ലേ കടന്നു പോയത്. അപ്പോൾ സർക്കംസെൻറ്ററും ഓർത്തോസെൻറ്ററും സെയിം ആണെന്ന് കിട്ടിയില്ലേ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, സെൻട്രോയിഡ്. ലംബങ്ങളല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ ലംബകേന്ദ്രം, ഇപ്പോൾ ഇവിടെ നമ്മൾ ലംബങ്ങൾ വരച്ചപ്പോൾ ഇതേ പോയിന്റിൽ കൂടെ, ഈ സെയിം പോയിന്റിൽ കൂടെയാണ് കടന്നുപോയത്. അപ്പോൾ ലംബകേന്ദ്രവും പരിവൃത്ത കേന്ദ്രവും സെയിം ആയിട്ട് കിട്ടി. ഇനി നമുക്ക് സെൻട്രോയിഡ് വേണം. സെൻട്രോയിഡ് അഥവാ മധ്യമകേന്ദ്രം. ഇവിടെ നമ്മൾ മിഡ് പോയിന്റ്സ് അഥവാ മീഡിയനാണ് വരയ്ക്കുന്നത്. മിഡ് പോയിന്റിലേക്ക്, മധ്യത്തിലേക്കാണ് വരയ്ക്കുന്നത് ഓരോ വെർട്ടെക്സ്. അപ്പം ഞാൻ ഇവിടെ മൂന്നാമതൊരു കളർ ബ്ലാക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്കറിയാം ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ്, സമഭുജ ത്രികോണമാണ്. അപ്പം മധ്യബിന്ദു, ഇത് ഞാൻ 6 സെൻറ്റിമീറ്റർ എടുത്തു. അപ്പോൾ കറക്റ്റ് 3 സെൻറ്റിമീറ്റർ അതാണ് മധ്യബിന്ദു. ഇത് തന്നെയാണ് 3 സെൻറ്റിമീറ്റർ മധ്യബിന്ദുവായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ വെർട്ടെക്സിൽ നിന്ന് മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്കിത് ബ്ലാക്ക് കളറിൽ ലൈൻ കിട്ടി. ഈ വെർട്ടെക്സിൽ നിന്ന്, ഈ കോർണറിൽ നിന്ന് മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുമ്പോൾ രണ്ടാമത്തെ മീഡിയനും കിട്ടി. ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആണല്ലോ സെൻട്രോയിഡ് അഥവാ മധ്യമകേന്ദ്രം. അപ്പോൾ ഇവിടെ മധ്യമകേന്ദ്രവും ലംബകേന്ദ്രവും പരിവൃത്ത കേന്ദ്രവും ഈ ഒരൊറ്റ ബിന്ദുവായിട്ട് നമുക്ക് കിട്ടി. അത് നമ്മൾ വരച്ചിങ്ങനെ കാണിച്ചാൽ മതി. 2 ചോദ്യങ്ങളും മനസ്സിലായല്ലോ.